ഒരു ടോക്സിക് റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയതിനു ശേഷം ആകെ കൺഫ്യൂസ്ഡ് ആയി നിൽക്കുന്ന വിക്ടിം ചെയ്യുന്ന ഏറ്റവും വലിയൊരു തെറ്റാണ് ഈ ടോക്സിക് ആയിട്ടുള്ള ആളുടെ കയ്യിൽ നിന്നൊരു ക്ലോഷറിന് വെയിറ്റ് ചെയ്യുക എന്നുള്ളത്. നമ്മൾ മുൻപൊക്കെ സംസാരിച്ചിട്ടുണ്ട്. ഇതിൻ്റെ കാരണം എന്താണ്? നിങ്ങൾ ഈ ഒരു അബ്യൂസർ അല്ലെങ്കിൽ ഒരു നാർസിസ്റ്റിൽ നിന്ന് ഈ ഒരു റെസ്പോൺസ് എന്തുകൊണ്ട് അവർ നിങ്ങളെ വേണ്ടാന്ന് വെച്ചു, അല്ലെങ്കിൽ എന്തുകൊണ്ട് അവർ നിങ്ങളെ ചതിച്ചു, ഈ ഒരു ഉത്തരത്തിന് വേണ്ടി നിങ്ങൾ അവരുടെ പിന്നാലെ നടന്നാൽ അവർ ഇതെല്ലാം നിങ്ങളൊരു തെറ്റ് ചെയ്തത് കൊണ്ടാണ് എന്നുള്ള രീതിയിൽ വരുത്തി തീർക്കുക മാത്രമാണ് ചെയ്യുക. സ്വയം ഒരു അക്കൗണ്ടബിലിറ്റി ഏറ്റെടുത്ത് ഞാൻ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തത് കൊണ്ടാണ് ഈ റിലേഷൻഷിപ്പ് ഇത്രയും മോശമായത് എന്നവർ ഒരിക്കലും സമ്മതിച്ചു തരില്ല. ഇതുകൊണ്ടാണ് നിങ്ങളോട് ഒരു ക്ലോഷറിന് വേണ്ടിയിട്ട് ഒരു നാർസിസ്റ്റിൻ്റെയോ ടോക്സിക് ആയിട്ടുള്ള ഒരാളുടെയോ പിന്നാലെ പോകരുത് എന്ന് പറയുന്നത്. അങ്ങനെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ള ആ ഒരു കോൺഫിഡൻസും ആ ഒരു സെൽഫായിട്ടുള്ള നിങ്ങൾക്കുള്ള എല്ലാ ഫീലിങ്സും ഇവർ പൂർണ്ണമായിട്ട് നശിപ്പിച്ച് നിങ്ങൾ ഇപ്പോൾ ഉള്ള ആ ഒരു സ്റ്റേജിൽ നിന്നും അതിലും മോശമായ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കും. അതുപോലെ തന്നെ നിങ്ങളിവരെ ഫോളോ ചെയ്യുന്നതിനനുസരിച്ച് ഇവർ നിങ്ങളെക്കുറിച്ച് വളരെ മോശമായിട്ടുള്ള ഒരു ഇമേജ് പബ്ലിക്കലി ഉണ്ടാക്കിയെടുക്കാനും സാധ്യത കൂടുതലാണ്. നിങ്ങൾ അവരെ ശല്യപ്പെടുത്തുന്ന രീതിയിലോ അല്ലെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാക്കുന്ന രീതിയിലോ ഒക്കെ ഒരു ഇമേജ് ഉണ്ടാക്കിയെടുക്കാനും ഇവരെ കൊണ്ട് സാധിക്കും. സോ ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് വേണം നിങ്ങൾ ഈ ഒരു നാർസിസ്റ്റിക് അബ്യൂസിൽ നിന്ന് സർവൈവ് ചെയ്ത് മുന്നോട്ട് വരാൻ. ഇതുപോലുള്ള ടോപ്പിക്സ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നാർസിസത്തിനെ കുറിച്ച് എന്തെങ്കിലും ചോദ്യം മനസ്സിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം.